ഇത് വന്ന് നോക്ക് എവിടെ ഇങ്ങനെ കോളില്ലേ കൊണ്ടുപോയിട്ട് കാര്യമല്ല. ഹായ് ആ തന്നെ അങ്ങനത്തെ പറ്റുള്ളൂ. ഈ കാളെത്ര ഉണ്ട് വരുമ്പോ തൂക്കം എത്ര ഉണ്ട്? 230 ആ ഞാൻ വെറുതെ എടുത്ത് തരും. ആ കാളങ്ങ് കഴിച്ചാണെങ്കിൽ കൊണ്ടുപോയിക്കോളി. വെറുതെ എടുത്ത് തരും. വെറുതെ എടുത്ത് തരും. ആ വെറുതെ എടുത്ത് തരും. ആ കാളങ്ങൾക്ക് വെറുതെ എടുത്ത് തരും. ഞാൻ കുതിരറ്റ കാര്യം ഉണ്ട്. അവിടെ കൊടുത്തോണ്ട് മുതലാളിക്കാം. കന്നിട്ടാണ് കയറ്റി പോകുന്നത് വണ്ടിയിൽ. പൈസ പോലീസ് സ്റ്റേഷനിൽ കന്ന് കെട്ടുകൊണ്ട് ഇവനെതിരെ കേസ് കൊടുക്കും. പിന്നെ നമ്മുടെ തൈലാറല്ലോ നായിക്കാട്ടങ്ങളല്ലേ ഉള്ളേ. 50 റുപ്യ എന്നാണ് 15 ദിവസം. 10-ാം തീയതി 50,000 റുപ്യ. ബാക്കി 2 ലക്ഷം റുപ്യ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ 2,85,000 കൊടുക്കണം. കന്ന് കയറ്റിയാണ് വന്നത്. നല്ല കാര്യം എല്ലാ കന്നും. ആ ആയിക്കോട്ടെ. കാളി കളിയെത്താൻ ഞാൻ ഈജ് പറഞ്ഞ 1.60 ഞാനിത് എങ്ങനെ ആക്കി അങ്ങോട്ട് പിടിച്ചാൽ നിൽക്കരുത്. മാടപ്പണയം പറയും. അതന്നെ പറയുള്ളൂ. ഞാൻ പറഞ്ഞ ലെവല് കിട്ടണം. അതിനൊക്കെ കിട്ടുമോ? എവിടുന്ന കരിമ കാളിമ എനിക്ക് കിട്ടുന്നു. എങ്ങനെ കിട്ടപ്പണയം? എത്ര വില വരും കണക്കൂട്ടി? പോത്തിന്റെ മേലെ ആവേ. ഞങ്ങൾക്ക് പുറ്റിയാണ് പോണെന്നല്ലേ. കാരണം ഞാൻ ടൂർ പോയില്ല. അച്ഛന് ടൂർ പോകാനൊക്കെ അമ്പണ്ടായി. എല്ലാരും കൂടെ പോവാ. എന്റെ മുതലാളി കൊണ്ടൊരു ദിവസം പോകണം. അല്ലാ തലി കച്ചൊക്കെ ഉണ്ടോ? അല്ലാ എരിമക നിങ്ങളെന്താ അങ്ങനെ ഇങ്ങനെ പറഞ്ഞേക്കൂല. ബല ഉണ്ടായിട്ടാ ഞാൻ എത്ര പറയാ നിങ്ങളോട്? ബല ഉണ്ടായിട്ട് ഇത് നിങ്ങൾ എന്ത് കൂടെ പോയാലും തട്ട തൂക്കല്ലേ. നിങ്ങൾ ഒരു ഉറുപ്പ്യ തരേണ്ടതാ. ഒരു ഉറുപ്പ്യ തരണ്ട. അവിടെ നിങ്ങൾ പോയിക്കളി കാണുന്നിട്ടാ. അതിന്റെ കോലം പോലാണ് നമുക്ക് മുതലാളി അവിടെ ഉണ്ട്. കരിമോല് തമ്മിൽ അറിയാത്ത ആൾക്കാരെന്നല്ലോല്. ആ പേടിയോണ്ട് കായ് ചേതം വരുന്നോണ്ടാണ് നിക്കണത്. അല്ല ഒന്നുമല്ല. ഒരു പജ്ജ് പോയത് പെരീന്ന് സാധാരണ ബുഡല്ല ബൈക്കളെ പറമ്പ് കൊണ്ടുപോയി കെട്ടി 65,000 പജ്ജ് ചത്തു പറഞ്ഞാണ്ട് അവനെ വിളിച്ചത്. ഒന്നും ആയില്ല. പാമ്പടിച്ച അടിയാളം കാണൂല. ആ അതന്നെ പറഞ്ഞത്. ഒന്നാള് ഞാൻ കുട്ടിമാൻ്റെ നിന്ന് കൊണ്ടുപോയ കന്ന് മറ്റേ ഇവിടേക്ക് ഒയ്കൂര് കൊണ്ടുപോയി ഇറക്കണ നേരത്ത് കണ്ടുവരും. അപ്പോൾ പെരുന്നാൾ അങ്ങനെ അടിമുടി കെട്ടിട്ടാണ് തിരിച്ചോണ്ടാകും. പോത്തൊക്കെ ചെന്ന അങ്ങോട്ട് തന്നെ പോരും. ഞാൻ പൈരക്കൾ പോയി തരാം. 400 റുപ്യ തന്നെ വരും. എന്തിനാ വെറുതെ അറിയണം? എന്താ വില എന്ന് വെച്ചിട്ടാ. ഞാൻ ഈ കരിമാക്കൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞോണു കന്ന് പെരും വിലയാണ്. ഈ 2 കന്ന് ആ കാളാരുണ്ടല്ലോ, ആ കാളാരെ വിലക്ക് ഞാൻ കരിമാക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ അപ്പം തന്നെ ഞാൻ എൻ്റെ മുതലാണ് ചീത്ത അറിയാം. എവിടെ ഇത് വിൽക്കുക? ഞമ്മക്ക് വില വരും. എവിടെ ഇത് വിൽക്കുക? ഞാൻ മുതലാണ് ചോദിച്ചു. അതിനോട് പറഞ്ഞ വർത്താനുണ്ട്. ഇത് വാങ്ങിയാലല്ലേ അറിയുള്ളൂ ബുക്കുമല്ലേ എന്ന്. ആ വർത്താനം പറഞ്ഞുകൊണ്ട് പജ്ജ് ഒരു 65,000 പജ്ജ് ചത്തു പറയണത്. ആ പൈസ ഇതിമ്മ കിട്ടുമൊന്നുമില്ല. ഇനി അപ്പൊ തന്നെ പറഞ്ഞോ മലയാളി 10. അതല്ല മുതലാളി അപ്പൊ തന്നെ പറഞ്ഞു 10 പൈക്കളെ വിൽക്കണം. 10 പൈക്കളെ വിൽക്കണം. ഒന്നാൻ്റെ അടുത്ത് വാങ്ങി ഞാൻ വേറെ നോക്കാം. 10 പൈക്കളെ വിൽക്കണം. എന്നാലേ ആവുള്ളൂ പറഞ്ഞു. നോക്കി നോക്കി നോക്കി.
ചെയ്യാനൊന്നുമില്ല കരിമാക്ക കൊണ്ടേക്കോളി കച്ചിങ്ങനെ ആട്ടിട്ട് വരല്ലേ അതായത് കോലം പോലെ പറഞ്ഞു അങ്ങനെ മടങ്ങി പോയില്ല മടങ്ങി പോകണ്ടേ പണയമുറി തൂക്കം വഹിച്ചാൽ അങ്ങനെ തന്നെ ഞങ്ങൾ വില അറിയുള്ളൂ തട്ട തൂക്കല്ല രണ്ട് കാളാര് തട്ട തൂക്കത്തിന് ഒടുക്കും പോണ്ട കാര്യം തൂക്കം 2.25 ഉണ്ടാവില്ലേ ചോദിച്ചിട്ടില്ല 8.25 വിലയാണ് അതിലേറെ ലൈബല്ല പിന്നെ നിലവാരണ്ട് ഈ കാള വലിയ ആളാ 1.5 കൊടുക്കുക ചോദിച്ചു നോക്കിട്ടോ ഈ കന്ന് നിങ്ങൾക്ക് പയക്കൂല കരിമക നിങ്ങൾക്ക് 2 തന്നോടത്തേക്ക് പിന്നെയും എന്നാണ് കൊടുത്തത് ഇത് നിങ്ങൾ 500 അല്ലേ കായ കൊണ്ട് അറുത്തോളി എന്നിട്ട് കായ കൊടുത്തേച്ചാൽ മതി മനുഷ്യന്മാരെ നിങ്ങളോട് കരിമാക്ക നിങ്ങളോടൊന്നും അങ്ങനെ പറയില്ല ആ കയറോടെ നിന്നോട്ടെ പൊന്നാര ബാബുജ കഴിച്ചണ്ട അത് മായിക്കോളി തരുമ്പോ ആയിക്കോളി ആ ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞോണു കരിമാക്ക എത്ര ഇപ്പൊ ബാപ്പൊക്കെ പറഞ്ഞേ തട്ടമുറി അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് ഇതാ പറഞ്ഞാലും എത്തിച്ചറിയാം എന്നിട്ട് ഇനി ചെറിച്ചാണ്ട് ഞായിരം നടന്നിട്ട് എന്നാ ഞായിരം നടന്നാണ് കിട്ടണേ മായിക്കോളി എന്നാ ഞായിരം നടന്നാണ് ഞാൻ കിട്ടണേ മായിക്കോളി എന്നാ